ഇതിനേക്കാൾ നല്ലൊരവസരം വേറെ ഇല്ല. രാവിലെ ഐശ്വര്യമായി കൊളുത്തിയ വിളക്ക് കെട്ടു. വിളക്കിങ്ങനെ കെട്ടുപോയെങ്കിൽ എന്തോ അനർത്ഥം വരാനുള്ള സൂചനയാ. ഇതേ കുഴപ്പങ്ങളെ കുറിച്ച് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അഭിമന്യു എന്ന് പറഞ്ഞവൻ എന്നിവിടെ കാലുകുത്തിയോ അന്നു മുതൽ ദോഷാണ്. ആദ്യം തന്നെ അഖിലമോൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. മതി, കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കണ്ട. ഇത് അനാവശ്യ സംസാരോ. ഇത്തരം അനാവശ്യങ്ങൾ നാളെ ആവശ്യമായി എന്ന് നിങ്ങൾക്ക് തോന്നും. അഖിലമോൾ ഇനിയും ആത്മഹത്യക്ക് ശ്രമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ദേ സിസിലിയെടുത്തി, എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്ന നിങ്ങൾക്ക് നല്ലത്. വിളക്ക് കെട്ടുപോയത് കാറ്റടിച്ചതുകൊണ്ടാ. ചേച്ചി ഒന്നുകൂടി കൊളുത്തിയാ മതി. ഒരിക്കൽ കൂടി വിളക്ക് കെട്ടാൽ അന്ധവിശ്വാസം കൂടുതൽ ഉറപ്പിച്ച് അഭിമന്യുവിനെ ഇവരുടെ ജീവിതത്തിൽ നിന്നും പുറത്താക്കാം. വിളക്ക് കെടണേ കർത്താവേ. ആ തിരി കെട്ടുപോയതില് എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്ക് അഖിലയുടെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടും സ്വാമിനിയമ്മയുടെ ഉപദേശം ഒന്ന് ചോദിച്ചില്ലല്ലോ. അതിന് അത്രയൊന്നും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ലല്ലോ. അവരിന്ന് സംസാരിക്കാൻ വരത്തല്ലേ ഉള്ളൂ. ഒരു ധാരണയിൽ എത്തുവാണെങ്കിൽ ഇതൊക്കെ സ്വാമിനിയമ്മയോട് സംസാരിച്ചാ പോരെ? അല്ലെങ്കിൽ സ്വാമിനിയമ്മയോട് അമൃതീച്ചൊന്ന് ഫോണിൽ സംസാരിക്ക്. എന്റെ ദോഷത്തിന്റെ കാര്യം സ്വാമിനിയമ്മ പറഞ്ഞതുപോലെയല്ലേ നടന്നത്? അടുത്ത തവണ ഒന്നാഞ്ഞു പിടിക്കാം. ഞാൻ എണീറ്റോളാം. അയ്യോ ഈശോയേ, എന്റെ നടുപോയേ. കണ്ടില്ലേ ഞാൻ വെട്ടിട്ട പോലെ വീണത്? ഇതെല്ലാം അഭിമന്യുവിന്റെ ദോഷം കൊണ്ടാ സംഭവിച്ചത്. പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ വീട്ടിത്തം പറയാതെ എടുത്തി. അഭിയേട്ടനല്ല, ഈ പഴത്തൊലിയാ വീഴാൻ കാരണം. ഹലോ മാമ. അമൃതമോളെ, ഇന്നത്തെ നമ്മുടെ പരിപാടി ചെറിയൊരു മാറ്റമുണ്ട്. എന്താ മാമ? അത് പിന്നെ എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ മരിച്ചു. അങ്ങ് ആലപ്പുഴയിലാ. എനിക്ക് അവിടെ വരെ അത്യാവശ്യമായിട്ട് പോകണം. പഞ്ചരത്നത്തിലേക്കുള്ള ഞങ്ങളുടെ വരവേ മറ്റൊരു ദിവസമാക്കാം. ഞങ്ങളെല്ലാവരും നിങ്ങളെ കാത്തിരിക്കായിരുന്നു. സഹദേവേട്ടൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനും ആകാശം കൂടി പഞ്ചരത്നത്തിൽ പോയിട്ട് വരാം. അമ്മ, മരിച്ചുപോയ വാസവങ്ങളും നമ്മളെ കുടുംബം തമ്മിലുള്ള ബന്ധം അമ്മ എന്താ ഓർക്കത്തെ? വാസവങ്ങളുടെ മകൻ ശിവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആ ചടങ്ങിന് ഞാനിവിടെ ഉണ്ടാവേണ്ടതല്ലേ? അത് കുഴപ്പമില്ല മാമ. നിങ്ങളെല്ലാവരും കൂടി സൗകര്യമുള്ള മറ്റൊരു ദിവസം വന്നാൽ മതി. മോൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്നറിയാം. അതൊന്നും സാരമില്ല മാമ. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ തീരുമാനിക്കാം. ശരി. അമ്മേ, ഇന്ന് എന്നെ പഞ്ചരത്നത്തിൽ പോയി സംസാരിക്കണം. അമ്മയ്ക്ക് എന്താ നിർബന്ധം? കാര്യങ്ങൾ വേഗം നടത്താനാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.